ഗൈസ് എനിക്ക് ഗൈസ് എന്നൊക്കെ വിളിച്ചു തുടങ്ങി. എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇവിടെ നോക്കുന്നു. ഇവിടെ എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ ചെയ്യേണ്ടത് വലിയ പിടുത്തമൊന്നുമില്ല. ഞാൻ എനിക്കറിയാവുന്ന രീതിക്ക് ചെയ്ത് നോക്കാം. ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ഞാൻ എഴുന്നേറ്റോടെ തന്നെ കുളത്തിരിക്കും കേട്ടോ. സോ ഡേ ഇൻ മൈ ലൈഫ് ഞാനിങ്ങനെ ആലോചിക്കും, ഞാൻ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്താൽ എന്തോ കാണിക്കും. എനിക്ക് വലുതായിട്ട് കാണിക്കാനായിട്ട് ഒന്നും ഉണ്ടാകത്തില്ല. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, ഫോണിൽ കളിക്കുന്നു, തിന്നുന്നു, ഫോണിൽ കളിക്കുന്നു, ഉറങ്ങുന്നു, പിന്നെ എഴുന്നേൽക്കുന്നു, തിന്നുന്നു, കഴിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ ശീലമാവണം. പുതിയ കാര്യങ്ങളെല്ലാം ചെയ്ത് കാണിക്കാം. ഇപ്പോഴത്തേക്കൊന്നും ഇല്ല. ഇന്നിപ്പം എഴുന്നേറ്റു, ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. രാവിലത്തേക്കല്ല, ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കണം, രാത്രിയിലത്തേക്ക് ഉണ്ടാക്കണം. നാളത്തേക്ക് ഓഫീസിൽ പോകാനുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് വെക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലും. നമുക്ക് നോക്കാം. ലിബാമും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പണിയിടും. നേരെ നമ്മൾ തുണി കഴുകാൻ കയറും. വീട്ടിലൊക്കെ തുണി കഴുകാൻ പോകാനാണ് തോന്നുന്നത്. ചായപ്പൊടി, ഇഞ്ചി, മറ്റേ വരുന്നു ഏലക്ക, ഇതെല്ലാം കൂടെ തിളച്ച് വരുമ്പോൾ പാലൊഴിക്കാം. ഇതാണോ ഹെൽത്തി? ഇതിൽ പാലുണ്ട്, പഞ്ചസാരയുണ്ട്, ഇതിൽ കാപ്പിപ്പൊടി വെള്ളം. കുറച്ചേരം പൊള്ളിപ്പോയി. ഇങ്ങനെ പുള്ളും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പുള്ളും. പിന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവരിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നിന്നാൽ കഴിഞ്ഞും വരും. കുറച്ച് നേരം പുറത്തിറങ്ങി നിന്ന് നമുക്ക് വഴിയിൽ പോകുന്നവരെ വരുന്നവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കാം. ഇതിൻ്റെ ഇവിടെ ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ പുറത്തോട്ട് കാണുന്നത് ഒരു മോളാണ്. ലൈക്ക് ഫുൾ അതൊക്കെ ബിൽഡിങ്സ് കേട്ടോ. അതാണെങ്കിൽ ഒരു ബിൽഡിങ്സിലാണ് ഞാൻ താമസിക്കുന്നത്. ഇതൊരു വലിയൊരു മോളാട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങി നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവിടെ വരുന്ന ആൾക്കാരെയും പോകുന്നവരെയും എല്ലാം നമുക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. ഒരു വൈകിട്ടൊക്കെ ആകുമ്പോൾ കാണാൻ കൊള്ളാമെന്ന് കുറേ പേരൊക്കെ വരും. വലിയ കുഴപ്പമൊന്നും കാണത്തില്ല, നോക്കിക്കൊണ്ടൊക്കെ നിൽക്കാം. പക്ഷെ വെയിലത്തായതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പോകുകയും ഞാൻ ഈ നോക്കുന്നത് പറയുന്നതൊക്കെ എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ. വിളക്കെത്തിക്കണമെന്ന്. ഇത് രണ്ടും ചേരാൻ എനിക്ക് ഏറ്റവും വലിയ മടി. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തത് തുണി വിരിച്ചിരുന്നത് വിളക്കെത്തിക്കുന്നതുവാ. ചോറ് കഴിക്കാൻ അമ്മ, ഞാൻ പണ്ട് ചോറ് കഴിക്കില്ല. അപ്പം അമ്മ പറയുന്നത് ചോറൊക്കെ കഴിക്കണം. പുറത്ത് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പണ്ട് വീട്ടിൽ നിന്നുകൊണ്ടിരുന്ന സമയത്തൊക്കെ അമ്മ ആകെ ഏൽപ്പിക്കുന്ന രണ്ട് ജോലി, ഒന്ന് വിളക്ക് കത്തിക്കണം എല്ലാ ദിവസവും, രണ്ടാമത് വിരിച്ചിടുന്ന തുണി പിറക്കി റൂമിൽ വെക്കണം. ഇത് രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാരിച്ച ജോലികളായിരുന്നു. എനിക്കതാണ് ഏറ്റവും വലിയ മടിയുള്ള കാര്യങ്ങളും. അതിൻ്റെ പേരിലായിരുന്നു ഏറ്റവും കൂടുതൽ വീട്ടിൽ വഴക്ക് കിടക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ചോറ് കഴിക്കുന്ന കാര്യം പറയും. വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഈ ചോറ് കഴിച്ചാൽ വണ്ണം വെക്കുന്നുള്ള ചിന്തയിൽ ഞാൻ ചോറ് മാക്സിമം കഴിക്കത്തില്ലായിരുന്നില്ല. ഇന്ന് ദൂരെ ഒരിടത്ത് മാറി നിൽക്കുമ്പോൾ ഏറ്റവും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആഹാരം ചോറാണ്. ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ജോലി തുണി കഴുകുന്നതും തുണി വിരിച്ചിടുന്നതും വിളക്ക് കത്തിക്കുന്നതും ഒരു ഡെയിലി റുട്ടീനിലും ആയിക്കഴിഞ്ഞു. അപ്പോൾ പണ്ട് അമ്മ പറഞ്ഞതൊക്കെ ഇന്ന് അതിലോട്ട് തന്നെ എത്തിയല്ല. അപ്പോഴത്തേക്ക് എനിക്കൊരു കൊറിയർ വന്നു. ഞാൻ റിംഗ് ലൈറ്റ് ഓർഡർ ചെയ്തു. ഞാൻ കുറച്ച് പ്രശ്നം ഇരിക്കാൻ ഇത് കൊണ്ടുവന്നു വെച്ചു. ചുമ്മാ ട്രാൻസാക്ഷൻ ചെയ്യാനോ. നമുക്കിത് തുറക്കാം. ഇതുവരെ ഫസ്റ്റ് ടൈമാണ് റിംഗ് ലൈറ്റ് തുറക്കാം. ഇത് ചെറുതാണെങ്കിൽ പണിയാവും. ഞാൻ കുറച്ച് ഇതുകൊണ്ടാണ് ഓർഡർ ചെയ്തത്.
ഇതേ കണക്കന്നെ കേട്ടോ, അഥവാ റിട്ടേൺ അയക്കേണ്ടതാണെങ്കിലോ എനിക്ക് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇതിന് അത്യാവശ്യം അധികം റേറ്റിംഗ് ഉണ്ട്. 66,000 പേരൊക്കെ വാങ്ങിച്ച സാധനമാണ്. ഞാൻ ഇത് എനിക്കറിയത്തില്ല. നമുക്ക് തോന്നാക്കി നോക്കാം. ഇവിടെ നെട്ടുണ്ടല്ലോ അല്ലേ? 2, 3 കളർ നോക്കി മിന്നും ഞാൻ. പക്ഷെ കണ്ണൊക്കെ എടുക്കും കേട്ടോ. 2000 എപ്പോഴാണ് മ്യൂസിക്കിലൊക്കെ ഉണ്ടത്? ഞാൻ 9th പഠിക്കുമ്പോഴൊക്കെ മ്യൂസിക്കിൽ ഇറങ്ങും. മ്യൂസിക്കിൽ ഉണ്ട്, ആ സാധനം ഉണ്ട്. അന്ന് തൊട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ലൈറ്റൊക്കെ വെച്ചിട്ട് ചെയ്യണം ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇപ്പം ഞാൻ വാങ്ങിച്ചു. ഇതിൽ ഞാൻ മടിയില്ലെങ്കിൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കണം. ഈ ആദ്യത്തെ ആവേശം എനിക്ക് പിന്നെ കാണുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. ഞാനിങ്ങനെ ചെയ്യത്തില്ല, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ പിന്നെ ആദ്യം ഇവിടെ വെച്ച് നോക്കിയിട്ട് നമുക്ക് എത്രത്തോളം ലൈറ്റ് ഇടുന്നു നോക്കാം. എന്തായാലും വർക്കായോ എന്ന് നോക്കണ്ടേ. അങ്ങനെയാണെങ്കിൽ ആമസോൺ ഫോണ്ട. ഇതിപ്പോൾ നമുക്ക് ലൈറ്റ് ഇല്ല, അത് ഫുൾ ലൈറ്റ് ഓഫ് ആക്കിയതിന് ശേഷമുള്ളതാണ്. നമുക്ക് ഇത് ഓൺ ആക്കി നോക്കാം. 1, 2, 3. ഇതൊരു മഞ്ഞ കളർ, മഞ്ഞ വെള്ളത്തില. മറ്റേ ഡി ജെ അല്ലല്ലോ, മറ്റേ ജിൻ. ഇനി ഞാനിങ്ങനെ കറങ്ങിയൊക്കെ വരും. ഞാൻ എൻ്റെ പ്രതീക്ഷ ചെയ്തു തുടങ്ങിയോ ഇല്ല. മറ്റേ നെല്ല് വിൽക്കുന്ന ഒരു കഥ അറിയോ? മറ്റേ 10,000-ത്തിലുള്ള നെല്ലെല്ലാം വയർ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മറ്റേ ഒരു കഥ പറയാം, എടുത്തൊക്കെ കൊടുക്കും. നമ്മുടെ വയർ നിറഞ്ഞതുകൊണ്ട് 10,000 ഇരിക്കുന്ന നെല്ലെല്ലാം വരുന്നവർക്ക് കൊടുക്കും. കുറച്ച് പേർക്ക് വീണ്ടും വിശക്കത്തില്ലേ? അത് കണക്ക് പറഞ്ഞൊക്കെ എന്താ കാര്യം? ഇല്ല എല്ലാം ഇല്ല, ഓവറായിട്ടുള്ള കാണിപ്പാ. അതൊരു സക്സസ്ഫുൾ ഈ സാധനം മതി. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ വിലകളൊക്കെ വാങ്ങിക്കാം. ഇനി ഞാൻ ഇതിൽ വരും അയക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എടുത്ത് തീർന്നു. ഇപ്പം സമയം 7 മണി. വിളക്കൊക്കെ കത്തിച്ച് ഇന്നത്തെ ദിവസത്തേക്ക് പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ബാക്കി കുറച്ച് നേരം ഫോണിൽ കളിച്ച് ഞാൻ കിടക്കും. അപ്പം അത്രേ ഉള്ളൂ. കുളമാക്കിയിട്ടുണ്ട് ഞാൻ. ഇത് ലാസ്റ്റ് ഒരു ഈ പോഷൻ വരെ എത്തൊരു മാത്രമേ അത് കേൾക്കത്തുള്ളൂ. കുളമാക്കിയത് മൊത്തത്തിൽ കുളമാക്കി. പക്ഷെ ആദ്യം ട്രൈ ചെയ്യുമല്ലേ, അപ്പോൾ കുഴപ്പമില്ല. അപ്പം അത്രേ ഉള്ളൂ.